ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ MS ലൈഫ് ടിപ്സ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് നാച്ചുറൽ ആയിട്ട് എങ്ങനെ ഉറക്കം വർദ്ധിപ്പിക്കാം, ഉറക്കത്തിന്റെ ക്വാളിറ്റി കൂട്ടാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നമ്മളെ ഉറക്കത്തിനെ സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ഇത് നമ്മുടെ ബ്രെയിനിലുള്ള പീനിയൽ ഗ്ലാൻഡിലുള്ള ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. ഈ ഹോർമോണാണ് നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്നത്. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്, മാസ്റ്റർ ഗ്ലാൻഡ് ആണ്. അത് നമ്മുടെ ബ്രെയിനിൽ തന്നെ ഉള്ളതാണ്. ധാരാളം ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ലൈക്ക് നമ്മൾ ഈ പ്രസവത്തിനെയൊക്കെ സഹായിക്കുന്ന, പ്രസവത്തിനെ ആ ഒരു പ്രക്രിയ, അതായത് നമ്മുടെ ആ ഗർഭിണിയാകുന്ന ഒരു അവസ്ഥ, അത് തൊട്ടുള്ള പ്രസവം വരെയുള്ള ആ ഒരു സഹായിക്കുന്ന പല ഹോർമോൺ, ലൈക്ക് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഈസ്ട്രോജൻ തുടങ്ങിയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ പിനിയൽ ഗ്ലാൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ മെലാറ്റോണിൻ ആണ് നമ്മുടെ ഈ സർക്കാഡിയൻ റിതം, അതായത് 24 hours സൈക്കിള് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയം, രാത്രി ആകുമ്പോൾ ഉറങ്ങണം, രാവിലെ ആകുമ്പോൾ എണീക്കണം, ഓക്കെ, അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ സഹായിക്കുന്ന ആ ഒരു ഗ്ലാൻഡ് ആണ് പിനിയൽ ഗ്ലാൻഡ്. പിനിയൽ ഗ്ലാൻഡിലുള്ള മെലാറ്റോണിൻ നമ്മുടെ സ്ലീപ്പ് ഹോർമോൺ ആണ്. അതുപോലെ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ അത് സ്ട്രെസ് ഹോർമോൺ ആണ്. കോർട്ടിസോളിന്റെ ഉൽപാദനം നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ സ്ലീപ്പിന്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വൈകുന്നേരം ഒരു 6 മണി 7 മണി സമയത്ത് ഒരു വാം വാട്ടറിൽ ഒന്ന് കുളിക്കണം. ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ, മേല് കഴുകിയിട്ട് തലയിൽ തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉറക്കത്തിന് വളരെയധികം സഹായിക്കും. ഇനി ഉറക്കമില്ലാത്തവര് ഈ രീതിയിൽ ഒന്ന് നോക്കുക, വൈകുന്നേരം ഒരു വാം വാട്ടറിൽ ഒന്ന് കുളിക്കുക. ഇത് കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാനും മെലാറ്റോണിന്റെ അളവ് കുറച്ച് കൂട്ടാനും സഹായിക്കുന്നു. അപ്പൊ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഈ സമയത്ത് ഒന്ന് കുളിക്കുമ്പോൾ നമുക്ക് ആ ഒരു, അതായത് ഉറക്കം നമുക്കറിയാം, ബ്രെയിനിൽ ക്യാച്ച് ചെയ്യും. രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും, 10-10:30 ആകുമ്പോഴത്തേക്കും കടക്കാൻ പോവുക. ആ സമയത്ത് തന്നെ നിങ്ങൾ കടക്കാൻ പോവുക. രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോൾ എണീറ്റാല് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് ആയിക്കോളും. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ റെഗുലർ ആയിട്ട് കറക്റ്റ് സമയത്ത് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. കാരണം ഓവറോൾ നിങ്ങളുടെ ഹെൽത്തിനെ ഇത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. ഇനി നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പകല് കുറച്ചു നേരം വെയിൽ കൊള്ളുക എന്നുള്ളതാണ്. ആദ്യത്തെ ഞാൻ പറഞ്ഞ ഒരു വാം വാട്ടർ എടുക്കുക. രണ്ടാമത്തെ, പകല് കുറച്ചു നേരം ഒരു 10-15 മിനിറ്റ് ഒരു വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. അതായത് ഒരു 9 മണിക്കും 3 മണിക്കും ഇടയിലുള്ള വെയില് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ കൊണ്ടു കഴിഞ്ഞാൽ, അത് നിങ്ങൾ ഓഫീസ് വർക്കിലാണെങ്കിലും പുറത്തിറങ്ങി ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് അതായത് ഈ സ്ലീപ്പ് വൈക്ക് സൈക്കിൾ, സക്കാഡിയൻ റിതം ഒന്ന് നോർമലായിട്ട് ഉറങ്ങാൻ കൂടുതൽ സഹായിക്കുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സസൈസ് ചെയ്യുക, വാക്കിങ്ങിന് പോകുന്നതൊക്കെ നല്ലതാണ്. ഇനി മൂന്നാമതായിട്ട് ഞാൻ പറയുമ്പോൾ, നിങ്ങൾ ഉറങ്ങാൻ സമയത്തിന് 1 മണിക്കൂർ മുന്നേ എങ്കിലും മൊബൈലിൽ നിന്നുള്ള വെട്ടം കണ്ണിലേക്ക് അധിക നേരം മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കരുത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മൊബൈൽ നോക്കണം, നിങ്ങൾക്ക് കേൾക്കുക, മൊബൈലിലേക്ക് ആ സ്ക്രീന് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നത്, ആ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരാതെ ശ്രദ്ധിക്കുക. ഇനി ബ്ലൂ കട്ട് റിം, അങ്ങനത്തെ ഉള്ള ലെൻസുകൾ നിങ്ങളുടെ ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഉപയോഗിക്കുന്ന പോലത്തെ ലെൻസുകൾ, അതായത് ബ്ലൂ കട്ട് റിം ആണ് ഈ ലെൻസാണ്. ഇപ്പൊ 2500 രൂപ എന്തേ ഉള്ളൂ. അത് മേടിച്ചു വെച്ചാൽ നമ്മുടെ മൊബൈലിൽ കുറച്ചു നേരം നമ്മൾ നോക്കിയാലും കമ്പ്യൂട്ടർ വർക്കൊക്കെ ഉള്ളവർക്ക് കണ്ണ് നല്ല ഒരു സുഖം കിട്ടുകയും ഉറക്കത്തിന് സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ മെലാറ്റോണിന്റെ അളവ് കൂടാൻ നമുക്ക് സഹായിക്കുന്നത്. ഡെയിലി നമ്മൾ ഇത് ചെയ്യണം. ഒരു ദിവസം കൊണ്ട് നിർത്തരുത്. ഡെയിലി നമ്മൾ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇനി ചിലതരം ഭക്ഷണങ്ങളിൽ മെലാറ്റോണിൻ ഹോർമോണിന്റെ അളവ് കൂടുതലാണ്. അതായത് നമുക്ക് മുട്ട കഴിക്കണം. ഈ പുഴുങ്ങിയ മുട്ടയിൽ ഈ മെലാറ്റോണിന്റെ ഹോർമോണിന്റെ അളവ് കൂടുതലുണ്ട്. അതുപോലെ നട്ട്സ്, ഈ ബദാം പരിപ്പ്, വാൽനട്ട്, ഈന്തപ്പഴം, ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സിൽ മെലാറ്റോണിന്റെ അളവ് കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണം നിങ്ങൾക്ക് രാവിലെ എണീറ്റിട്ട് കുറച്ച് പിടി എടുത്തിട്ട് നമ്മൾ കഴിക്കുക. അത് വളരെയധികം ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞു, വാം വാട്ടറിൽ ഒന്ന് കുളിക്കുന്നത് വളരെ നല്ലതാണ്. രാത്രി ഉറങ്ങാൻ നേരം ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ മുന്നേ എങ്കിലും പിന്നെ നിങ്ങൾ മൊബൈലിൽ നിന്നുള്ള വെട്ടം കറക്റ്റ് കണ്ണിലേക്ക് അടിക്കരുത്. പിന്നെ വൈകുന്നേരത്തെ ചായ, കോഫി, അതുപോലെ ഇതെല്ലാം ഒഴിവാക്കുക. നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ട് രാവിലെ ചായ, കോഫി. ഇനി ഉറക്കത്തിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വൈകുന്നേരം കോഫി, ടീ ഒന്നും ഒഴിവാക്കുക. ഞാൻ ഒരു ദിവസം ഒരു ചായ മാത്രമേ കുടിക്കുള്ളൂ, രാവിലെ 10 മണിക്ക്. അതിന്റെ ഉപയോഗം പലതാണ്. അതായത് നിങ്ങൾക്ക് വയറുള്ളവർക്ക് വയറ് കുറയുന്നതായിട്ട് കാണാം. പഞ്ചസാരയുടെ അളവ് മാക്സിമം കുറയ്ക്കുക. ഷുഗർ കണ്ടന്റുള്ള ബേക്കറി, അങ്ങനെ പലഹാരങ്ങൾ, ഇതെല്ലാം മാക്സിമം കുറച്ചാൽ അത് നമ്മുടെ ഉറക്കത്തിനെ സഹായിക്കുന്നതായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള കണ്ടന്റ് ഉള്ള ഫുഡുകൾ, ബേക്കറി ഐറ്റംസ്, പഞ്ചസാര,
ഇതെല്ലാം നമ്മളെ മെലാറ്റോണിന്റെ അളവ് കുറയ്ക്കുകയും കോർട്ടിസോളിന്റെ അളവ് കൂട്ടാനും സഹായിക്കും. ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ ആണ്. നമ്മൾ വൈകുന്നേരം ഒന്ന് ചുടുവെള്ളത്തിൽ ഒന്ന് കുളിക്കുമ്പോൾ തന്നെ നമുക്കൊരു കോർട്ടിസോൾ അളവ് കുറയും, നമ്മുടെ ശരീരത്തിൽ അത് കുറച്ച് കുറയും. അങ്ങനെ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റുക. പഞ്ചസാര കംപ്ലീറ്റ് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കുക. ഇത് നമുക്ക് വളരെയധികം സഹായിക്കും. അതുപോലെ ഞാൻ പറഞ്ഞു, ചായ കാപ്പി ഒക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മുടെ ഉറങ്ങാൻ നേരം നമ്മുടെ മുറി പരമാവധി ഡാർക്ക് ആക്കി വെക്കുക. ലൈറ്റ് ഒന്ന് ഓഫ് ആക്കുക. കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ലൈറ്റ് ഓഫ് ആക്കി കണ്ണുകൾ അടച്ച് ധ്യാനത്തിലിരിക്കുക. ആ അരമണിക്കൂർ നിങ്ങൾ ധ്യാനത്തിലിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഉറങ്ങാൻ പോവുക. നിങ്ങൾക്ക് നല്ല സുഖനിദ്ര ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മരുന്നുകൾ എടുക്കാൻ മറക്കരുത്. ആ മരുന്നുകൾ കഴിച്ചിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടാൻ സാധ്യതയല്ല, നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും. ഈ ഒരു ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഉറക്കം ശരിയായോ എന്നുള്ള കാര്യം 1-2 ആഴ്ചയ്ക്ക് ശേഷമെങ്കിലും താഴെ വന്നൊന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ വന്ന ഉടനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ എല്ലാം ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മുടെ പീനിയൽ ഗ്ലാൻഡിലുള്ള മെലാറ്റോണിന്റെ അളവ് ഒന്ന് കൂട്ടി നമുക്കത് നോർമലായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഞാൻ പറയുന്ന പോലെ എക്സസൈസ്, യോഗ, പ്രാണായാമ, മെഡിറ്റേഷൻസ് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതെല്ലാം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാ ആശംസകളും. നന്ദി. ഓൾ ദി ബെസ്റ്റ്.